നമസ്കാരം. രാജ്യത്തെ പൗരന്മാരോട് വാട്സപ്പ് ഉപേക്ഷിക്കാൻ ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പൗരന്മാരുടെ ഡേറ്റ ഇസ്രായേലിലേക്ക് വാട്സപ്പ് കൈമാറുന്നുവെന്ന് ആരോപിച്ചാണ് ദേശീയ മാധ്യമത്തിലൂടെയുള്ള ഇറാന്റെ ആഹ്വാനം. സമീപ വർഷങ്ങളിൽ ഇറാൻ വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിച്ചിരുന്നു. 2022 വാട്സപ്പും ഗൂഗിൾ പ്ലേ സ്റ്റോറും നിരോധിച്ചിരുന്നു. 2023 അവസാനത്തോടെയാണ് ഈ നിയന്ത്രണങ്ങൾ പിൻവലിച്ചത്. എന്നാൽ ആരോപണം വാട്സപ്പ് നിഷേധിച്ചു. ഒരു സർക്കാരിനും ഡേറ്റ കൈമാറുന്നില്ലെന്നാണ് വാട്സപ്പിന്റെ പ്രതികരണം. നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല. ആർക്കാണ് സന്ദേശം അയക്കുന്നത് എന്നതിന്റെ ലോഗുകൾ ഞങ്ങൾ സൂക്ഷിക്കുന്നില്ല. ആളുകൾ പരസ്പരം അയക്കുന്ന സ്വകാര്യ സന്ദേശങ്ങൾ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല. ഒരു സർക്കാരിനും ഞങ്ങൾ വിവരങ്ങൾ നൽകുന്നില്ല. അയച്ചയാൾക്കും ഉദ്ദേശിച്ച സ്വീകർത്താവിനും ഒഴികെ മറ്റാർക്കും സന്ദേശങ്ങൾ വായിക്കാൻ കഴിയാത്തതായി തുടരുന്നുവെന്ന് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉറപ്പാക്കുന്നുവെന്ന് വാട്സപ്പ് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവും ഇറാൻ നൽകിയിരുന്നു. മുൻപ് പേജർ സ്ഫോടനമുണ്ടാക്കി ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിനു പോലെ തങ്ങളെയും വധിക്കുമെന്നാണ് ഇറാൻ അധികൃതരുടെ ഭയം. അതേസമയം ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനി രംഗത്തെത്തുന്നുണ്ട്. ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ഇത്തരം ഭീഷണികൾ ഉയരുന്നത്. ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും ഇറാൻ നിരുപാധികം കീഴടങ്ങുമെന്നുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഖമേനി പൊതു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നാവിയുടെ പേരിൽ യുദ്ധം ആരംഭിക്കുന്നു. അലി തന്റെ സുൽഫിക്കറുമായി ഖൈബറിലേക്ക് മടങ്ങുന്നു. ഇതായിരുന്നു ഖമേനി എക്സിൽ പങ്കുവച്ച പോസ്റ്റ്. ഷിയ ഇസ്ലാമിലെ ആദ്യ ഇമാമിനെയും 7-ാം നൂറ്റാണ്ടിൽ ജൂത പട്ടണമായ ഖൈബർ കീഴടക്കിയതായും പരാമർശിക്കുന്നതാണ് ഈ പ്രസ്താവന. ഈ പോസ്റ്റിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഭീകര സയനിസ്റ്റ് ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണം. സയനിസ്റ്റുകളോട് ഞങ്ങൾ ഒരു ദയയും കാണിക്കില്ലെന്നൊക്കെയാണ് ഖമേനി വലിയ വായിൽ വാദിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ശക്തിയിൽ ഇറാൻ ഒന്ന് ചലിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെയും അറബ് യൂറോപ്യൻ മധ്യസ്ഥരുടെയും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കാതെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം 6-ാം ദിവസവും തുടരുകയാണ്. ഇറാന്റെ വ്യോമാതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.